പി.സി. ജോർജിന്റെ ജനപക്ഷം ഇടതുപക്ഷവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശബരിമല വിഷയത്തിൽ ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഈ നടപടി എന്നാണ് പി.സി. പ്രതികരിക്കുന്നത്. പൂഞ്ഞാർ പഞ്ചായത്തിൽ ബി.ജെ.പിയുമായി ചേർന്ന് CPM അംഗമായ പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസും നൽകി. വിശ്വാസികളെ ദ്രോഹിക്കുന്ന CPMുമായുള്ള ബന്ധം പാപമാണെന്ന് പി.സി. ജോർജ് എരുമേലിയിൽ പറയുകയുണ്ടായി. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ CPMന്റെ പ്രതിയായിട്ട് വൈസ് പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഉണ്ട്. ആ വൈസ് പ്രസിഡന്റിനെ നമ്മൾ പുറത്താക്കാൻ പോവുക. പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴാണ് മുന്നണിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അന്ന് അതിനെപ്പറ്റി ആലോചിക്കും. BJP വേണോ കോൺഗ്രസ് മുന്നണി വേണോ എന്നൊക്കെ അന്ന് ചർച്ച ചെയ്യും. ഇടതുപക്ഷവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. BJPക്കാർ കുഴപ്പക്കാരാണെന്ന് ഇതുവരെ തോന്നുന്നില്ല. കോൺഗ്രസിനോടും BJPയോടും ജനപക്ഷത്തിന് ഇപ്പോൾ തുല്യ അകലമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണി ബന്ധത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും പി.സി. ജോർജ് പറയുന്നു. പി.സി. ജോർജിന്റെ ജനപക്ഷം പാർട്ടി CPMുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. CPM ഭരിക്കുന്ന പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകളിൽ BJPയുമായി ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസും നൽകി. പാർട്ടി നിർദ്ദേശപ്രകാരം പൂഞ്ഞാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമ്മ സണ്ണി രാജിവെക്കുകയും ചെയ്തിരുന്നു. തെക്കേക്കര പഞ്ചായത്തിലും CPM പിന്തുണ ഒഴിവാക്കുമെന്നും ജനപക്ഷം ചെയർമാൻ പി.സി. ജോർജ് അഭിപ്രായപ്പെട്ടു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകൾ CPM ജനപക്ഷം ധാരണയിലാണ് ഭരിക്കുന്നത്. പൂഞ്ഞാറിൽ 3 വർഷം കഴിയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ജനപക്ഷത്തിന് നൽകുമെന്നാണ് ധാരണ. എന്നാൽ ശബരിമല യുവതീ പ്രവേശം സംബന്ധിച്ച് ഇരു പാർട്ടികളും തമ്മിൽ അസ്വാരസ്യം രൂപപ്പെട്ടിരുന്നു. പൂഞ്ഞാറിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ജനപക്ഷം CPMന്റെ പ്രസിഡന്റ് രമേശ് ബി വെട്ടിമാറ്റത്തിനുള്ള പിന്തുണയും പിൻവലിച്ചു. 3 വർഷം കഴിയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ജനപക്ഷത്തിന് നൽകേണ്ടെന്ന് CPM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ധാരണ ഇല്ലെന്ന് CPM നേതാക്കൾ പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം 5 വർഷം CPMനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ജനപക്ഷത്തിനുമെന്നാണ് ധാരണയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് ബി വെട്ടിമറ്റം പറഞ്ഞു. UDFനൊപ്പം ജനപക്ഷം ഭരിക്കുന്ന പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഇടതുപക്ഷം സമരത്തിലാണ്. കോൺഗ്രസ് 3, ജനപക്ഷം 3, LDF. ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള.